നൂർണി ഇൻഫോടെക്കിന്റെ വിൻഡോസ് 11 ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമാൻഡ് ലൈൻ ഇന്റർഫേസിനെ കുറിച്ചാണ്. അതായത് ഒരു കമാൻഡ് ലൈനകത്ത് എങ്ങനെ ഫയൽ മാനേജ് ചെയ്യാം, അതുപോലെ ഫയൽസ് തമ്മിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ റിമൂവ് ചെയ്യാം, ഫയൽസ് എങ്ങനെ കോപ്പി ചെയ്യാം, എഡിറ്റ് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ്. കമാൻഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഇന്റർഫേസ് ആണ്. നമ്മൾ കമാൻഡ്സ് ടൈപ്പ് ചെയ്തിട്ടാണ് സിസ്റ്റത്തിലുള്ള ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ സിസ്റ്റം കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ട് 3 കമാൻഡ് ലൈൻ ടൂൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കമാൻഡ് പ്രോംപ്റ്റ്, പിന്നെ വരുന്നത് പവർ ഷെൽ, പിന്നെ വിൻഡോസ് ടെർമിനൽ ആണ്. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെർച്ചിനകത്ത് CMD എന്നോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കമാൻഡ് പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇനി നമുക്ക് പവർ ഷെൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതും നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്നോട് പവർ ഷെല്ലിന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതാണ് പവർ ഷെല്ലിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള വഴി. അപ്പോൾ നമുക്കിത് കമാൻഡ് ലൈനും അതുപോലെ കമാൻഡ് പ്രോംപ്റ്റും അതുപോലെ പവർ ഷെല്ലും ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി കമാൻഡ് പ്രോംപ്റ്റും പവർ ഷെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കമാൻഡ് പ്രോംപ്റ്റ് പറയുന്നത് സിമ്പിളും ഓൾഡും ആയിട്ടുള്ള ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ഇതിനകത്ത് നമ്മൾ ബേസിക് കമാൻഡ്സ് ആണ് റൺ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫയൽ മാനേജ്മെന്റിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് നമ്മൾ CMDയിലൂടെ റൺ ചെയ്യുന്നത്. അതേസമയം പവർ ഷെൽ പറയുന്നത് വളരെ ഫ്ലെക്സിബിളും അതുപോലെ തന്നെ പവർഫുള്ളും ആയിട്ടുള്ള കമാൻഡ് ലൈൻ ടൂളാണ്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. കമാൻഡ് പ്രോംപ്റ്റിൽ വരുന്ന കുറച്ച് കമാൻഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്ക്രീൻ ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് DIR പറഞ്ഞ കമാൻഡാണ്. ഈ ഒരു കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനിലുള്ള എല്ലാ ഫയൽസും ഫോൾഡേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്ത് വരാനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ DIR പറഞ്ഞ കമാൻഡ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ചെയ്യുന്നത് അതിൻ്റെ പാത്താണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷനിൽ പാത്ത് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും C ഡ്രൈവിലുള്ള യൂസേഴ്സ് പറഞ്ഞ ഡയറക്ടറിയിലുള്ള IT-NUR പറഞ്ഞ ഡയറക്ടറിനകത്ത് കിടക്കുന്ന ഫയൽസും ഫോൾഡേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ആ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ഡേറ്റും ടൈമും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. പിന്നെ വന്നിട്ട് ടോട്ടൽ ഫയൽസിൻ്റെയും ഫോൾഡേഴ്സിൻ്റെയും സൈസും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫയൽ എക്സ്പ്ലോറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫയൽ എക്സ്പ്ലോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലോട്ട് പോവാം. C ഡ്രൈവിനകത്ത് യൂസേഴ്സിനകത്ത് IT-NURനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ്, MS ആഡ്, 3D ഒബ്ജക്ട്സ് ഒക്കെ കാണാം. ഇത് നമ്മളിതിൽ എങ്ങനെയോ ലിസ്റ്റ് ചെയ്ത് വരുന്നത് അതേപോലെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ അത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും നമുക്കിവിടെ വരുന്നത്. ക്യാഷ് വരുന്നത് 28/10/2023 ആണ്. അതേ ഡേറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ ടൈമും 15/7 ആണ്. അപ്പോൾ നമുക്കിതുപോലെ ഏത് ലൊക്കേഷനിൽ കൊടുത്താലും ആ ലൊക്കേഷനിലുള്ള ഫയൽസിൻ്റെയും ഫോൾഡേഴ്സിൻ്റെയും ഒക്കെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂർണി ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽഡ് കാർഡ് ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു DIR കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ്. അതായത് 2 വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ആസ്ട്രിക്കും പിന്നെ ഒന്ന് വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആസ്ട്രിക് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്റ്റൻഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള വെച്ചാൽ 1 ക്യാരക്ടർ എക്സ്റ്റൻഷനാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ 2 ക്യാരക്ടർ എക്സ്റ്റൻഷനാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഞാനിവിടെ DIR *. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് 3 എക്സ്റ്റൻഷനുള്ള എല്ലാ ഫയൽസും ഫോൾഡേഴ്സാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. സ്റ്റാർ പറഞ്ഞാൽ എല്ലാതും ലിസ്റ്റ് ചെയ്യും. അതിനകത്ത് 3 ക്യാരക്ടർ എക്സ്റ്റൻഷൻ ഉള്ളത് ലിസ്റ്റ് ചെയ്ത് വരാനാണ്. ഇത് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ ഒരു C ഡ്രൈവിനകത്ത് യൂസേഴ്സ് പറഞ്ഞ ഒരു ഡയറക്ടറിനകത്തുള്ള IT-NUR പറഞ്ഞ ഡയറക്ടറിനകത്തുള്ള 3 ക്യാരക്ടർ എക്സ്റ്റൻഷനുള്ള എല്ലാ ഫയൽസും ഫോൾഡേഴ്സും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ടെക്സ്റ്റ് മാത്രം ലിസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം, DIR *.txt കൊടുത്താൽ മതി. അത് ടെക്സ്റ്റ് ഫയൽസ് ഈ ഒരു ലൊക്കേഷൻ എടുത്തുണ്ടെങ്കിൽ അതൊക്കെ ലിസ്റ്റ് ചെയ്ത് വരും. ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ
ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഫയൽസ് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫയൽ നോട്ട് ഫൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫയൽ എക്സ്പ്ലോറർ എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷനിലോട്ട് പോവാം. IT നൂൾ ചെക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ഫയൽസ് ഒന്നും കാണാൻ കഴിയില്ല. അതൊക്കെ ഫോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഫയൽ നോട്ട് ഫൗണ്ട് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് dir കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ് മേക്ക് ഡയറക്ടറി കമാൻഡ്, അതായത് MKDIR അല്ലെങ്കിൽ MD കൊടുത്താലും മതി. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനകത്ത് ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് പറയുന്നത് CLSM. ജസ്റ്റ് എൻ്റർ കൊടുത്തതിനാൽ നമ്മുടെ സ്ക്രീൻ ക്ലിയർ ആവും. ഇതിനകത്ത് ഞാനൊരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമുക്ക് MD കൊടുക്കാം, അല്ലെങ്കിൽ MKDIR യൂസ് ചെയ്യാം. ഇത് രണ്ടും യൂസ് ചെയ്താലും നമുക്ക് പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നോട് MD കൊടുക്കുന്നുണ്ട്. നമ്മൾ C ഡ്രൈവിനകത്ത് യൂസേഴ്സിനകത്ത് IT നൂറിനകത്ത് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അത് ഞാനൊരു ടെസ്റ്റ് പറഞ്ഞ ഡയറക്ടറി കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇനി നമ്മുടെ ഫയൽ എക്സ്പ്ലോറിൽ പോയി ചെക്ക് ചെയ്യാം. ആ ഒരു ലൊക്കേഷനകത്ത് ടെസ്റ്റ് പറഞ്ഞ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് യൂസേഴ്സിനകത്ത് IT നൂറിൽ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് പറഞ്ഞൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ടൈം പറയുന്നത് 20th March 2025. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെയിം ടൈമും സെയിം ഡേറ്റുമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് MD ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അതേസമയം നമുക്ക് ഡയറക്ടറീസ് തമ്മിൽ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ. അതായത് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് പറയുന്നത് CD ആണ്. ചേഞ്ച് ഡയറക്ടറി പറഞ്ഞൊരു കമാൻഡാണ്. അതായത് നമ്മളിപ്പോൾ സിയിൽ യൂസേഴ്സിൽ IT നൂറ് പറഞ്ഞ ഒരു ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് വേണ്ട. സിയിൽ യൂസേഴ്സിൽ ആ ഒരു ലൊക്കേഷൻ മതി വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നോട് CD കൊടുത്തിട്ട് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അടിച്ചു കൊടുത്താലും മതി. C:/users അടിച്ചു കൊടുക്കാം. ഒരു സ്ലാഷും കൂടി കൊടുക്കുക, എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മാറി. അതായത് സിയിൽ യൂസേഴ്സിൽ IT നൂറ് മാറിയിട്ട് സിയിൽ യൂസേഴ്സിനെ വരും. ഇപ്പോൾ CD യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്ടറി ചേഞ്ച് ചെയ്യാനാണ്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ MD ടെസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ യൂസേഴ്സിനകത്ത് നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്സസ് ഇല്ല. അതുകൊണ്ടാണ് ആക്സസ് ഡിനായിട്ട് വേണ്ടി കാണിക്കുന്നത്. ആക്സസ് ഉണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞ ഡയറക്ടറി ക്രിയേറ്റ് ആവുന്നതായിരിക്കും. പിന്നെ വരുന്ന ഓപ്ഷനാണ് RD പറഞ്ഞ കമാൻഡ്. RD കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡയറക്ടറി റിമൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ RD, അപ്പോൾ ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. നമ്മളിവിടെ C യൂസേഴ്സ് IT നൂറിലാണ് നമ്മുടെ ഒരു ടെസ്റ്റ് പറഞ്ഞ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ടെസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ വീണ്ടും ഡയറക്ടറി ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് യൂസേഴ്സിനകത്ത് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷനാണ് അടിക്കാൻ പോകുന്നത്. C:/users പിന്നെ നമ്മുടെ IT നൂറ് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്ടറി ചേഞ്ചായി. ഇതിനകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് പറഞ്ഞ ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ RD ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ടെസ്റ്റ് പറഞ്ഞ ഡയറക്ടറി അവിടെ ഡിലീറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഫയൽ എക്സ്പ്ലോർ ഓപ്പൺ ചെയ്യുന്നു, യൂസേഴ്സിൽ പോകുന്നു, IT നൂറ് എടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് പറഞ്ഞ ഫോൾഡർ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു കമാൻഡിലൂടെ ആ ഒരു ഫോൾഡർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ MD പറയുന്നത് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ, CD പറയുന്നത് ഡയറക്ടറീസ് തമ്മിൽ നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ, പിന്നെ വന്നിട്ട് RD പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ടറി റിമൂവ് ചെയ്യാനാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ് പറയുന്നത് ഡിലീറ്റ് കമാൻഡാണ്. ഡിലീറ്റ് അല്ലെങ്കിൽ ഇറേസ് കമാൻഡ്. അതായത് ഒരു ലൊക്കേഷനിലുള്ള ഫയൽ ഡിലീറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യേണ്ടത് DEL ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇറേസ് ERASE യൂസ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ഈ ഒരു ലൊക്കേഷനിലുള്ള ഏതെങ്കിലും ഒരു ഫയലാണ് നമുക്കിനകത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഫയൽ എക്സ്പ്ലോറർ എടുത്ത് നോക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ഫയൽസ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഇതിനകത്ത് മൊത്തം ഫോൾഡേഴ്സാണ്. അപ്പോൾ ഞാനൊരു പുതിയൊരു ടെക്സ്റ്റ് ഫയൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. ഡെസ്ക്ടോപ്പിനകത്ത് ഇവിടെ nurni.txt പറഞ്ഞൊരു ഫയലുണ്ട്. അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടൊന്ന് സേവ് ചെയ്യാം. യൂസേഴ്സിനകത്ത് IT നൂറിനകത്ത് ഞാനൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഫയൽ ടെക്സ്റ്റ് ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേരൊന്ന് നമുക്ക് നോക്കിയേക്കാം. nooran.txt ആണ്. അപ്പോൾ ഡിലീറ്റ് nooran.txt കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് അവിടുന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോൾഡറാണ് ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തുള്ള ഫയൽസാണ്. അതാണ് ഡിലീറ്റും അതുപോലെ നമ്മൾ ആർ ഡിയും തമ്മിലുള്ള ഡിഫറൻസ്. അത് വന്നിട്ട് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യും, ഇത് വന്നിട്ട് അതിനകത്തുള്ള ഫയൽസാണ് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫയൽ എക്സ്പ്ലോർ എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ട ആ nooran.txt പറഞ്ഞ ഫയൽ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇതിന് പകരം നമുക്ക് ഡിലീറ്റിന് പകരം ഇറേസ് ERASE പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഡിലീറ്റ് ഓപ്ഷൻ വരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കമാൻഡ് പറയുന്നത് കോപ്പി കമാൻഡാണ്. അതായത് ഒരു ലൊക്കേഷനിൽ നിന്നും ഒരു ഫയൽ മറ്റൊരു ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോപ്പി നമ്മുടെ സോഴ്സ് ലൊക്കേഷനും അതുപോലെ ഡെസ്റ്റിനേഷൻ ലൊക്കേഷനും കൊടുത്താൽ മതി. ഏത് ടെക്സ്റ്റ് ആണോ കോപ്പി ചെയ്യണത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് അതിനകത്ത് വീണ്ടും കോപ്പി ചെയ്യുന്നുണ്ട്. ഫയൽ എക്സ്പ്ലോറർ എടുക്കുക, അതേ ലൊക്കേഷനിൽ അതൊന്ന് കോപ്പി ചെയ്തിടാം. കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട കമാൻഡ് പറയുന്നത് കോപ്പി എന്നാണ്. കോപ്പി നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നാണോ കോപ്പി ചെയ്യുന്നത് അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ c:/users/IT_nor/ ആ ഒരു ഫയലിൻ്റെ പേര് nooran.txt. ഇത് നമ്മുടെ കോപ്പി ചെയ്യേണ്ട സോഴ്സ്. പിന്നെ വന്നിട്ട് ഏതിലോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് അത്. അപ്പോൾ C:/ തന്നെ കൊടുക്കാം. users C:/users ജസ്റ്റ് സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് C:/users യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ആക്സസ് ഡിനൈഡ് ആണ്. അപ്പോൾ വീണ്ടും കോപ്പി c:/users/IT_nor/ ഫയൽ നെയിം nooran.txt കൊടുക്കാം. അത് നമ്മുടെ സോഴ്സ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ജസ്റ്റ് C:/ കൊടുക്കാം. C:/ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു, 1 ഫയൽ കോപ്പിഡ്. അതായത് ഒരു ഫയൽ ഈ ഒരു ലൊക്കേഷനിൽ നിന്നും ഈ ഒരു ലൊക്കേഷനിലോട്ട് കോപ്പി ആയിരുന്നു. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫയൽ എക്സ്പ്ലോറിൽ പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലുള്ള nooran.txt പറഞ്ഞ ടെക്സ്റ്റ് ഫയൽ നമ്മൾ C പറഞ്ഞ ലൊക്കേഷനിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മുടെ C എടുക്കാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ nooran.txt പറഞ്ഞ ആ ഒരു ഫയൽ കോപ്പി ആയിട്ടുണ്ട്. ഇതാണ് കോപ്പി കമാൻഡിൻ്റെ പർപ്പസ്. ഇനി നെക്സ്റ്റ് വരുന്നത് xcopy പറഞ്ഞ കമാൻഡ് ഉണ്ട്. xcopy കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഫയൽസ് മാത്രമാണ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫയൽസും അതുപോലെ തന്നെ ഡയറക്ടറീസും കോപ്പി ചെയ്യണമെങ്കിൽ ഈ xcopy കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ xcopy ഇതുപോലത്തെ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. എന്നിട്ട് ഏത് ലൊക്കേഷനിലോട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് അതും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ C:/ തന്നെ എടുക്കാം. C:/ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഫോൾഡർ കോപ്പി ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് എടുക്കേണ്ടതെന്ന്. ഇതിനകത്ത് ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്യാം. യൂസേഴ്സ് എടുക്കാനുള്ള നമുക്ക് ആക്സസ് ഉണ്ടാവില്ല. ഈ ഒരു ടെക്സ്റ്റ് ഫയൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ C:/ nooran.txt പിന്നെ അടുത്ത ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ C തന്നെ ഇടുന്നതല്ല വേറെ ഓപ്ഷൻ എടുക്കാം. ഞാൻ ഈ ഡ്രൈവിൽ ഇടുന്നുണ്ട്. // കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ പേര് കൊടുത്താലും അത് കോപ്പി ആവുന്നതായിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ ഈ ഡ്രൈവിനകത്ത് കോപ്പി ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കാം. നമ്മുടെ ഈ ഡ്രൈവ് ഇതിനകത്ത് കോപ്പി ചെയ്യണം. വേണമെങ്കിൽ ഒരു ഫോൾഡറും കൂടി നമുക്ക് എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ IT_nor പോയിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. C:/ users IT_nor വേണമെങ്കിൽ ഈ വീഡിയോസ് പറഞ്ഞ ആ ഒരു ഫോൾഡർ കോപ്പി ചെയ്യാം. ഇതുപോലെ xcopy കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഏത് ലൊക്കേഷനിലാണോ നമ്മൾ
കോപ്പി ചെയ്യാൻ പോകണം. ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിലോട്ട് ആ ഫോൾഡർ കോപ്പി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എക്സ് കോപ്പി വീഡിയോസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ ഡ്രൈവിനകത്ത് കോപ്പി ചെയ്തിട്ടു. അപ്പോൾ അവിടെ 7 ഫയലാണ് കോപ്പി ചെയ്തത്. അത് വീഡിയോസിനകത്തുള്ള ഫയൽസുകളും എല്ലാം ഇതിനകത്ത് കോപ്പി ചെയ്യും. വീഡിയോ പറഞ്ഞ ആ ഒരു ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയൽസിനകത്ത് കോപ്പിയാണ് ചെയ്തത്. ഇനി നമുക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കോളനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോളൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു വീഡിയോസിനകത്തുള്ള എല്ലാ ഫയൽസും ഇതിനകത്ത് കോപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഒരു ലൊക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്തിടുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡിറ്റ് കമാൻഡ് ആണ്. അപ്പോൾ ഈ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് എഡിറ്റ് വേണ്ടിയിട്ട് ഒരു കമാൻഡ് നമ്മൾ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല. പകരം നമുക്ക് ഈ കമാൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ പെയിന്റോ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നോട്ട് പാഡ് എനിക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത് ഒരു പർട്ടിക്കുലർ ഫയൽ നെയിമുള്ള നോട്ട് പാഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നോട്ട് പാഡ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു നോട്ട് പാഡിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്നുണ്ട് nooran.txt വരാം. അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട് പാഡ് നമുക്കവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ ഫയൽ എടുത്ത് സേവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് എഡിറ്റ് വരുന്നത്. പിന്നെ വരുന്നത് റീനെയിം ഓപ്ഷനാണ്. അതായത് റീനെയിം പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ പേര് മാറ്റാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് പറയുന്നത് REN ആണ്. അതായത് REN കൊടുക്കുക. നമ്മുടെ ഏത് ഫയലാണോ റീനെയിം ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഞാൻ nooran.txt കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏത് പേരിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത് ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നൂറണി ഇൻഫോടെക് നോക്കുന്നുണ്ട്. infotech.txt. അപ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലുള്ള ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ലൊക്കേഷൻ ഇതും കൊടുത്തിട്ട് ആ ലൊക്കേഷനിൽ ഇല്ലാത്തൊരു ടെക്സ്റ്റ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ആവില്ല. അപ്പോൾ ഏത് ഫയലിനാണോ നമുക്ക് റീനെയിം ചെയ്യുന്നത്, അത് ഏത് ലൊക്കേഷനിലാണോ കൊടുക്കുന്നത് അത് ഇവിടെ ആ ഡയറക്റ്റ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. എന്നാലും അതിൻ്റെ പേര് റീനെയിം ആവുള്ളൂ. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫയൽ എക്സ്പ്ലോർ എടുക്കാം. കാരണം ഇവിടെ nooran.txt നമ്മുടെ സി ഡ്രൈവിലുള്ള യൂസേഴ്സിലുള്ള IT-നൂറിനുള്ള nooran.txt മാറിയിട്ട് നൂറിന് infotech.txt ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഇതിങ്ങനെയാണ് റീനെയിം ചെയ്യുന്നത്. പിന്നെ വരുന്ന കമാൻഡ് പറയുന്നത് കോപ്പി കോൺ കമാൻഡാണ്. ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഫയലിനകത്ത് നമുക്ക് കണ്ടൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നൂറിൻ infotech.txt പറഞ്ഞതിനകത്ത് നമുക്ക് ഇങ്ങനെ കണ്ടൻസ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് പറയുന്നത് കോപ്പി സ്പേസ് കോൺ, ഈ ഒരു കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കോപ്പി കോൺ നമ്മുടെ ഒരു ടെക്സ്റ്റ് ഫയലിൻ്റെ പേര് കൊടുക്കാം. ഞാൻ നൂറിനി ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. .txt കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ നമുക്ക് എന്താണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ദിസ് ഈസ് എ സാമ്പിൾ ടെക്സ്റ്റ് നോക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്നുകൂടി എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നൂറിൻ infotech.txt പറഞ്ഞ ഒരു നോട്ട് പാഡ് ടെക്സ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കണ്ടൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ യെസ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കണ്ടൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Z പ്രസ് ചെയ്യണം. Ctrl+Z പ്രസ് ചെയ്താൽ ഇത് സേവ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ Ctrl+Z പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം ഒന്നും കൂടെ എൻ്റർ അടിക്കാം. അപ്പോൾ ഇതിനകത്ത് നൂറിന് infotech.txt ദിസ് ഈസ് എ സാമ്പിൾ ടെക്സ്റ്റ് വന്നിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ കൂടെ തന്നെ പോവാം. നോട്ട് പാഡ് നൂറിനി infotech.txt അടിക്കും. ജസ്റ്റ് എൻ്റർ അടിക്കും. അപ്പോൾ നമ്മുടെ ആ നോട്ട് പാഡോട് ഓപ്പൺ ചെയ്ത് വന്നു. ഇതിനകത്ത് ദിസ് ഈസ് എ സാമ്പിൾ ടെക്സ്റ്റ് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തത് ഇതിനകത്ത് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പി കോൺ പറഞ്ഞ ഫംഗ്ഷൻ. കോപ്പി കോൺ പറഞ്ഞ കമാൻഡിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്ന കമാൻഡാണ് ടൈപ്പ് കമാൻഡ്. ടൈപ്പ് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഫയലിനകത്ത്
എന്ത് കണ്ടന്റാണോ കൊടുത്തിരിക്കുന്നത് അത് ലിസ്റ്റ് ചെയ്ത് വരാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നൂറിനി ഇൻഫോടെക് ഡോട്ട് ടെക്സ്റ്റിനകത്ത് ദിസ് ഈസ് എ സാമ്പിൾ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാനാണ് ടൈപ്പ് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് TYPE ടൈപ്പ് കൊടുക്കുക. എന്നിട്ട് ഏത് ഫയലിൻ്റെ കണ്ടൻസ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അതിൻ്റെ പേര് കൊടുക്കാം. ഞാൻ നൂറിനി ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. ഡോട്ട് ടെക്സ്റ്റ് ജസ്റ്റ് എൻ്റർ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് എ സാമ്പിൾ ടെക്സ്റ്റ് എന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനാണ് ഈ ടൈപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ് പറയുന്നത് ഡേറ്റും ടൈമും ആണ്. അപ്പോൾ ഇതൊന്ന് സ്ക്രീനൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡേറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ജസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറണ്ട് ഡേറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനി നമുക്ക് ഡേറ്റ് മാറ്റണമെങ്കിൽ, ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ കറണ്ട് ഡേറ്റ്, ഈ ഡേറ്റ് മാറ്റണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ് മാറുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഡേറ്റ് മാറ്റേണ്ട, ഈ കറണ്ട് ഡേറ്റ് തന്നെ ഇരിക്കട്ടെ എന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് പോയിക്കണം. അപ്പോൾ ആ ഡേറ്റ് അതിന് അവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡേറ്റ് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന കമാൻഡാണ് ടൈം. അപ്പോൾ ടൈം മാറ്റണമെങ്കിൽ ജസ്റ്റ് ടൈം ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കും. അപ്പോൾ നമ്മുടെ കറണ്ട് ടൈം നമ്മളെ കാണിച്ചു തരും. ഈ ടൈം അല്ലാണ്ട് നമുക്ക് ടൈം മാറ്റി കൊടുക്കണമെങ്കിൽ പുതിയ ടൈം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുതിയ ടൈമായിരിക്കും അവിടെ സെറ്റായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൾറെഡി ഉള്ള ടൈം തന്നെ മതി വെച്ചാൽ എൻ്റർ ന്യൂ ടൈമിനോടൊന്നും കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഡേറ്റും ടൈമിൻ്റെയും കമാൻഡ്സിൻ്റെ യൂസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ് പറയുന്നത് ഡെൽ ട്രീ കമാൻഡാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വിൻഡോസ് 11 യൂസ് ചെയ്യുന്നില്ല, കാരണം അത് ഓൾഡർ വേർഷൻസിൽ യൂസ് ചെയ്ത ഒരു കമാൻഡാണ്. അതായത് വിൻഡോസ് 95, 98 യൂസ് ചെയ്ത ഒരു കമാൻഡാണ്. ഈ കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡയറക്ടറിയും അതിൻ്റെ ഉള്ളിലത്തെ സബ് ഡയറക്ടറി അതിനകത്തുള്ള ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് നമ്മളത് വർക്കാവില്ല. അപ്പോൾ DEL ഡെൽ ട്രീ കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു ഫയൽ ഡയറക്ടറി നെയിമും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ടറിയിലുള്ള ഫയൽസൊക്കെ ഡിലീറ്റ് ആകാതിരിക്കും. അപ്പോൾ ഞാൻ ഡെൽ ട്രീ നമ്മുടെ ഈ കോളം കൊടുക്കാം, ഈ ഡ്രൈവ് കൊടുക്കാം, സ്ലാഷ് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡെൽ ട്രീ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് കാണിച്ചു തരും. കാരണം എന്താണ്, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ വിൻഡോസ് 11 യൂസ് ചെയ്യുന്നില്ല, അത് ഓൾഡർ വേർഷനിൽ യൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു CHK DSK കമാൻഡാണ്. ആ കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹാർഡ് ഡ്രൈവിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹാർഡ് ഡ്രൈവിൽ വല്ല സിസ്റ്റം എറേഴ്സോ അല്ലെങ്കിൽ ഫയൽ സിസ്റ്റം എറേഴ്സോ അല്ലെങ്കിൽ ബാഡ് സെക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ CHK DSK നോക്കാം, ചെക്ക് ഡിസ്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഡ്രൈവിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തന്നെ കൊടുക്കുന്നുണ്ട്, ഈ കോളൻ സ്ലാഷ് കൊടുത്തിട്ട് എൻ്റർ അടിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ആക്സസ് ഡിനൈഡ് എന്ന്. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ആക്സസ് ഡിനൈഡ് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഹാർഡ് ഡ്രൈവ് അതിൻ്റെ ഇൻ്റഗ്രിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ CHK DSK കൊടുത്തിട്ട് ആ ഒരു ഹാർഡ് ഡ്രൈവിൻ്റെ പേരും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹാർഡ് ഡ്രൈവിലുള്ള ഇൻ്റഗ്രിറ്റി ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് വല്ല ഫയൽ സിസ്റ്റം എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. നമ്മളിപ്പോൾ പഠിച്ച ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് കമാൻഡ് ലൈൻ ടൂളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കമാൻഡ് ലൈൻ ടൂൾസിൽ വരുന്ന 3 ടൂൾസ് പറയുന്നത് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിനകത്ത് പവർ ഷെൽ എന്താണ്, കമാൻഡ് പ്രോംപ്റ്റ് എന്താണെന്നും അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും പഠിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത് കമാൻഡ് പ്രോംപ്റ്റ് കമാൻഡ്സ് ആണ്. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് DIR കമാൻഡാണ്. അതായത് ഒരു ഡയറക്ടറിയിലുള്ള ഫയൽസും ഫോൾഡേഴ്സും ലിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് DIR. പിന്നെ നമ്മൾ ഒരു ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് CD കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ ഒരു പുതിയ ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഒരു ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറി എങ്ങനെ റീനെയിം ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പഠിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് കമാൻഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കമാൻഡ് പറയുന്നത് CHK DSK കമാൻഡാണ്. അതുകൊണ്ട് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൂറിനി ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.